തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മലപ്പുറത്തേക്ക് പോവുകയാണ്. KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, എങ്ങനെ പുരോഗമിക്കുന്നു നിശബ്ദ പ്രചാരണം? ഏതൊക്കെ പ്രതീക്ഷകളാണ് മുന്നണികൾ വെച്ചു പുലർത്തുന്നത്? ബിനിഷ, തീർച്ചയായും മലപ്പുറം വലിയ ആവേശം നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇന്നലെ പരസ്യ പ്രചാരണം അവസാനിച്ചിരുന്നു. ഇന്നും പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ, കൂടുതൽ വോട്ടുകളുള്ള കുടുംബങ്ങൾ അവരുടെ വീടുകളൊക്കെ സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ മുന്നണിയുടെ പ്രവർത്തകർ സ്ക്വാഡ് വർക്കുകളിലൊക്കെ ആയിരുന്നു ഇന്ന് പകൽ മുഴുവൻ ചെലവഴിച്ചത്. വലിയ ആവേശം നിറഞ്ഞ മലപ്പുറത്ത് നമുക്കറിയാം വലിയ രാഷ്ട്രീയ വിഷയം കൂടി, ജമാഅത്തെ ഇസ്ലാമിയുടെ UDF സഹകരണം കൂടി വലിയ തോതിൽ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണിത്. സാധാരണ പ്രാദേശികമായ വിഷയങ്ങളൊക്കെയാണ് വളരെ സജീവമായി ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ അതോടൊപ്പം തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയായിരുന്നു. അതൊക്കെ ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ ഒരു മാസക്കാലത്ത് വളരെ സജീവമായി ചർച്ചയായിരുന്നു. അതൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഏതാണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏതാണ്ട് ഉച്ചയോടെ തന്നെ പൂർത്തിയായിരുന്നു. അതിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ മുത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഈ ഒരു വാർഡ് ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും നാളെ രാവിലെ 6 മണി മുതൽ മോക്ക് പോളിംഗ്, പിന്നീട് പോളിംഗും ആരംഭിക്കും. വിനിഷ.